ശ്രീനിവാസൻ ഒരു യുഗപുരുഷനായിരുന്നു. കാരണം ഇനി ശ്രീനിവാസ യുഗമില്ല. മലയാളിയുടെ സാമൂഹിക ജീവിതത്തിനെ ഇത്രമാത്രം അടുത്തറിയുകയും നിരീക്ഷിക്കുകയും അതിന് തൻ്റെ രചനയിലൂടെ സംവിധാനത്തിലൂടെ ഒക്കെ മലയാളിക്ക് അനുഭവവേദ്യമാക്കുകയും ചെയ്ത ഒരു മഹാപ്രതിഭ. അദ്ദേഹം നടൻ എന്ന നിലയിൽ മാത്രമല്ല, അതിനേക്കാൾ ഉപരി അദ്ദേഹത്തെ എഴുത്തുകാരൻ എന്ന രീതിയിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, ബഹുമാനം. അദ്ദേഹത്തിന് സംവിധാന മികവിലിറങ്ങിയ 2 സിനിമകളും എക്കാലത്തെയും മലയാളിയുടെ കപട സദാചാരത്തെയും അതുപോലെയുള്ള മലയാളിയുടെ ദൗർബല്യങ്ങളെയും ഒക്കെ ശരിക്കും വ്യക്തമാക്കുന്ന സിനിമകളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ എപ്പോഴും രാഷ്ട്രീയ മേഖലകളിലുള്ള പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇന്നും സജീവമായി മലയാളിയുടെ മനസ്സിൽ നിൽക്കുന്നു. അടുത്ത സുഹൃത്തു കൂടിയായിരുന്ന ശ്രീചേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ എൻ്റെ ആദരാഞ്ജലികൾ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ സാമൂഹിക വിമർശനങ്ങളും എക്കാലത്തും എന്താ പറയുക, വളരെ ധീരമായി അദ്ദേഹം എല്ലാ കാര്യങ്ങളും പ്രതികരിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ സാമൂഹ്യ വിമർശകൻ എന്ന നിലപാട്, അദ്ദേഹം രാഷ്ട്രീയമായി ഒരു പാർട്ടിയോട് ചായ്വുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഏത് പാർട്ടിക്കാരെയും വിമർശിക്കുന്ന അല്ലെങ്കിൽ അവരെ എന്താ പറയുക പരിഹസിക്കുന്ന, അവരുടെ ആറ്റിറ്റ്യൂഡുകളെ, അവരുടെ നിലപാടുകളെ വിമർശിക്കുന്ന ആ ഒരു ധൈര്യം ശ്രീനിവാസനിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ.